നമസ്കാരം. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒരാൾ വിളിച്ച ഒരു കോളുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കർമ്മങ്ങൾ ഞാൻ പൊതുവെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വശ്യകർമ്മങ്ങളൊക്കെ പൊതുവെ ഒഴിവാക്കി വിടുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. എന്നാലും വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ നോക്കിയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അല്ല ചാടിക്കറിയല്ല, വശ്യകർമ്മം എടുക്കത്തില്ല. നമുക്ക് ജെനുവിനാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് ജെനുവിനാണെങ്കിലും ചില സ്ഥലത്ത് പ്രയാസമേറിയ കർമ്മങ്ങൾക്ക് നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടിയൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോഴും ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ആദ്യമേ പൈസ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാലും അഡ്വാൻസ് വാങ്ങുന്നുണ്ട്. അഡ്വാൻസ് വാങ്ങാതെ തുടങ്ങാൻ സാധിക്കത്തില്ല. കാരണം ഒരു ചെറിയ തുക നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് കർമ്മം ചെയ്യണം. കാരണം ഈ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പൂജയാണ്. ഈ പൂജകൾക്ക് അറിയാമല്ലോ, ഒരു ദിവസത്തെ പൂജകൾക്ക് അല്ലെ ഒരു ദിവസം ക്ഷേത്രത്തിലായാലും കുരിയാലയിലായാലും അല്ലെങ്കിലാണെങ്കിലും പൂജകൾക്ക് പണമാവുന്നതാണ്. അപ്പോൾ ചെറിയൊരു തുക അഡ്വാൻസ് അവരോട് പറയാറുണ്ട്. നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്, ഞാൻ ആരോട് നിർബന്ധിച്ച് ഇത്ര തുക എന്ന് പറയാറില്ല. പലപ്പോഴും ഈ അഡ്വാൻസ് തന്നിട്ട് പോലും ആൾക്കാർ നിരന്തരം വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അവരുടെ പൈസയാണ്, അല്ലെങ്കിൽ അവരുടെ ആകുലതയാണ്, ആധിയാണെന്നൊക്കെ പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ കൺസൾട്ടിങ്ങിന് വന്നു. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന കേസാണ്. പക്ഷേ കുറച്ച് പൂജ കൂടുതൽ സമയം എടുക്കുന്നതാണ്. പൂജ കുറച്ച് റിസ്ക് ഉള്ള പൂജയായതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പൊതുവേ ഞാൻ ഇച്ചിരി റേറ്റ് കൂട്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള പറയുക. അത് ഒന്നുകിൽ അവർ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യട്ടെ എന്നൊക്കെ വെച്ചോളൂ. അപ്പം അതിനുശേഷം അവർ പറഞ്ഞു, എനിക്കൊന്ന് വന്ന് കാണാൻ സാധിക്കുമോ? അപ്പോൾ ചോദിച്ചു, എന്തിനാ കാണാൻ? അവർ ഓൾറെഡി കൺസൾട്ട് ചെയ്തു ഓൺലൈനിൽ. ഞാൻ അവരെ കണ്ടിട്ടല്ല കൺസൾട്ട് ചെയ്യുന്നത്. അവരുടെ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട്, ചിലപ്പം വശ്യമൊക്കെയാണെങ്കിൽ ഫോട്ടോ വാങ്ങാറുണ്ട്. ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചിട്ട് പ്രശ്നം വെച്ച് നോക്കി അവരുടെ പ്രശ്നം ചെയ്യാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ പിന്നീട് അത് കാണണമെന്ന് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമ്മളവിടെ കാണണമെന്നോ അല്ലെങ്കിൽ കണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ വരണമെന്നോ ഒന്നും അവരോട് പറയാറുമില്ല. ആരും വരാറുമില്ല. പൊതുവേ ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഒരു 95% ആൾക്കാരെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു 5% ആൾക്കാർ ആരെങ്കിലും ഇവിടെ വന്ന് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാണാതാണ് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ വിദേശത്താണ്, എനിക്ക് വരാൻ സാധിക്കത്തില്ല. ഞാൻ വേറൊരാളെ വിട്ട് വന്ന് കണ്ടാൽ സംസാരിച്ചാൽ പറ്റുമോ? അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്താണ്. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം, എന്തിനാണ് വന്ന് കാണണം എന്ന് പറയുന്നത്? പൈസ മുടക്കണതല്ലേ? അപ്പോൾ നിങ്ങൾ ജനുവിനാണോ, നിങ്ങൾ ഉടായിപ്പാണോ, ഇനി അവിടെ ഇങ്ങനെ ഉണ്ടോ, ചെയ്യുമോ? ഇങ്ങനെ സംശയമുള്ളവർ എന്തിനാണ് വിളിക്കണത്? നിങ്ങൾ ദയവായി വിളിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിലൊരു സംശയം വെച്ച് എന്നെന്നല്ല ഒരു കർമ്മിയും, ഓക്കെ, കർമ്മികളിൽ ഒത്തിരി തെറ്റുകുറ്റങ്ങളും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവരെയും ആ ഗണത്തിൽപ്പെടുത്തരുത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പൊതുവേ സ്ത്രീകളൊക്കെ വിളിച്ചാൽ പൊതുവേ വരണ്ടെന്ന് പറയാൻ കാര്യം. നേരിട്ട് വന്നിട്ട് ഇനിയും ഇവിടെ വന്നിട്ട് അവർക്ക് അവരുടെ കാര്യം സാധിച്ചില്ലെങ്കിൽ നേരെ വിപരീതമായിട്ട് പറയുന്ന ആൾക്കാർ ഉണ്ടാവാം. അപ്പം അതുകൊണ്ടാണ് ഫോണിൽ കൂടെ പറഞ്ഞ് പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ല വേണ്ട, അവിടെ കഴിഞ്ഞു. നിർബന്ധമൊന്നുമില്ല, നമ്മളെ കർമ്മങ്ങൾ ചെയ്യണം, ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് നിർബന്ധമേ ഇല്ല ഒരു കർമ്മം ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഞാൻ പൈസ തരണമെന്ന് പറഞ്ഞല്ലോ, കാര്യം നടന്നതിന് ശേഷമാണല്ലോ പൈസ. എന്നാലും അഡ്വാൻസ് എങ്കിലും മുടക്കുന്നതല്ലേ? അപ്പം നമുക്കൊരു വിശ്വാസ്യത വേണ്ടേ? ആ ഒരൊറ്റ ചോദ്യത്തിൽ അവരുടെ ആ വിശ്വാസ്യത ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ദയവായിട്ട് കർമ്മികളുടെ അടുത്ത് പോകാതിരിക്കുക. നിങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുക. നിങ്ങളിങ്ങനെ ഏത് കർമ്മിയുടെ അടുത്ത് പോയാലും അത് പൈസ കൊടുത്താണെങ്കിലും കൊടുത്തില്ലെങ്കിലും വിശ്വാസമാണ് ഏറ്റവും വലുത് വേണ്ടത്. വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് സംശയം നിങ്ങളുടെ മനസ്സിൽ ലവലേശം പൊട്ടിക്ക്, ഒരു കടുക് മണിയോളം സംശയം ഉണ്ടെങ്കിൽ ആ കർമ്മം ഫലിക്കത്തില്ല. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പലർക്കും ഡേറ്റ് നീണ്ടു പോകുമ്പം 120 ദിവസത്തേക്ക് ഇട്ടാൽ ചിലപ്പോൾ 119ാമത്തെ ദിവസമായിരിക്കും ഭഗവാൻ അത് തീരുമാനിച്ചേക്ക് നടത്താൻ. ഒരു 60 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇവർക്ക് ആധിയാകും, ഈ പുള്ളി ചെയ്യുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ഇത് നടക്കുന്നുണ്ടോ. അപ്പം ആ ഒരു ആദ്യം കയറി സംശയം വരും. എല്ലാവർക്കും വരാവുന്നതാണ്, നമുക്കും വരാവുന്നതാണ്. അങ്ങനെ സംശയം വന്നാൽ ആ കർമ്മം 100% പൊട്ടും. അപ്പം നിങ്ങൾക്ക് കർമ്മിയെ സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് കർമ്മം ചെയ്യാതിരിക്കുക. കർമ്മയെ സംശയമുള്ള ഒരാൾ കർമ്മം ചെയ്യരുത്. നിങ്ങൾക്ക് സംശയം ഇല്ലാതെ ഇപ്പം 90 ദിവസം, ഒരുപാട് ആൾക്കാർ 90 100 ദിവസമോ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് ആ കർമ്മം കഴിയുന്നവരെ ഇതിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ ദയവായി ഈ പരിപാടിക്ക് ചെയ്യാതിരിക്കുക. നേരിട്ട് കണ്ട് കർമ്മം ചെയ്യണം, നിർബന്ധം പിടിക്കരുത്. ഞാനൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. പൊതുവേ വീട്ടിലൊന്നും കാണാറില്ല, മിക്കവാറും ക്ലാസ്സുകളിലാണ്. ക്ലാസ്സാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഒരുപാട് കർമ്മികൾ നേരിട്ട് കാണുന്നുണ്ട്, അവിടെ ചെയ്യുക. ദയവായിട്ട് ഇതൊരു വേറെ വിമർശനമൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒന്ന് ഓർത്തിട്ടതാണ്. നന്ദി, നമസ്കാരം.